ഫിസിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു കണ്ടത്? ലോസ് ഓഫ് മോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫോഴ്സിൻ്റെ എഫക്ട്സ് അതിൻ്റെ യൂസസ് ഒക്കെ കണ്ടു അല്ലേ? ഇനി നമ്മൾ ആ ചാപ്റ്ററിൽ തന്നെ രണ്ടാമത്തെ പാർട്ടിന് ഏകദേശം പറയാം. രണ്ടാമത്തെ പാർട്ടിൽ നോക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, പിന്നെ ആ ലോസ് ഓഫ് മോഷൻ അതിന് ഇനേർഷ്യ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്, ആ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ പറയാം. നിങ്ങൾക്ക് എല്ലാവരും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? വാട്ട് കോസസ് മോഷൻ ഇൻ ആൻ ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ചലനം ഉണ്ടാക്കുന്നത്, മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ബൈസിക്കിൾ റൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പെഡലിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? നമ്മൾ പെഡലിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. നമ്മളൊരു ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു ഫോഴ്സ് കൊടുക്കണം. അപ്പം ഏതൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിലും മൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് എന്തുണ്ടാവണം? ഫോഴ്സ് ഉണ്ടാവണം. അപ്പോൾ ഒരു ഫോഴ്സാണ് എന്തിനു വേണ്ടത്? ഒരു ഒബ്ജക്റ്റിനകത്ത് മൂവ്മെൻറ്റ് കോസ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ പെഡൽ നല്ല ഫാസ്റ്റായിട്ട് ചവിട്ടാണെങ്കിൽ സൈക്കിൾ എന്ത് ചെയ്യും? സ്പീഡിൽ അങ്ങോട്ട് പോകും. പെഡൽ നമ്മൾ ചവിട്ട് നിർത്തി കഴിഞ്ഞാൽ സൈക്കിൾ അവിടെ നിൽക്കുകയും ചെയ്യും അല്ലേ? ശരിയല്ലേ? ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തൊക്കെയാണ് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അപ്പം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ന്യൂട്ടൺ പ്രൊപ്പോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ന്യൂട്ടൺ ഇതെങ്ങനെയെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിട്ടായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ മുമ്പുള്ള പല ആളുകളും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും അല്ലെങ്കിൽ ഊഹിച്ചെടുക്കും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ പ്രൊപ്പോസും ചെയ്യും. അതേപോലെ തന്നെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പ്രൊപ്പോസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഗലീലിയോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ടേമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഈ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഗലീലിയോ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഒരു ഒബ്ജക്റ്റ് അത് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിനെപ്പോഴും താല്പര്യം അങ്ങനെ തന്നെ പോകാനായിരിക്കും അല്ലേ? ഒരു തടസ്സമോ ഒന്നുമില്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും അല്ലേ? ആരെങ്കിലും ഒന്നതിനെ മൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് മൂവ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ അതാണ് ഗലീലിയോ പറഞ്ഞ ഒരു കാര്യം. അപ്പം ഗലീലിയോൻ്റെ ലോ എന്താ പറയുന്നത് വെച്ചാൽ, ഗലീലിയോ ലോ ഓഫ് ഇനേർഷ്യ സ്റ്റേറ്റ്സ് ആൻ ഒബ്ജക്റ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇപ്പോൾ നിങ്ങളടുത്ത് ചെറിയ കുട്ടികൾ, നിങ്ങൾക്ക് പല കുട്ടികൾ നിങ്ങൾ കാണാം അല്ലേ? വീട്ടിൽ നിന്ന് പാരൻസ് ഫോഴ്സ് ചെയ്താൽ മാത്രമേ പഠിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് ഫോഴ്സ് ചെയ്താൽ മാത്രമേ പഠിക്കുകയുള്ളൂ. അവിടെ എന്താ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഫോഴ്സ് തന്നെയല്ലേ? അപ്പോൾ ആ കാര്യം ഓർത്താൽ മതി. ഒരു ഫോഴ്സ് കൊടുക്കാതെ ആരൊന്നും ചെയ്യൂല എന്നുള്ളത്, ആ കാര്യങ്ങൾ ഓർമ്മിക്കാം. അപ്പോൾ ഈ ഐഡിയ പ്രപ്പോസ് ചെയ്ത് ഗലീലിയോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പം ന്യൂട്ടണിന് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ഫൗണ്ടേഷൻ ആരാണ് ശരിക്കും കാരണക്കാരൻ? ഗലീലിയോൻ്റെ ഈ ഒരു ഐഡിയ ആണ്. ഓക്കെ, എന്നിട്ട് അതിന്ന് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു എക്സ്പ്ലനേഷനാണ് കിട്ടിയിരുന്നത് മൂവ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ. ഓക്കെ, അപ്പം ഗലീലിയോ പറഞ്ഞെന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നവരെ അത് റെസ്റ്റ് തന്നെ ആയിരിക്കും. ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ സെയിം സ്പീഡിൽ അതിൻ്റെ മുകളിൽ വേറൊരു ഫോഴ്സ് ആക്ട് ചെയ്യാത്ത അത്രത്തോളം സമയം അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഗലീലിയോ പറഞ്ഞ 2 പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഗലീലിയോ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഗലീലിയോ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ശ്രദ്ധിച്ചു. ഒരു സ്ലോപ്പിൻ്റെ മുകളിൽ നിന്ന് ഒരു ബോൾ ഇങ്ങനെ ഉരുട്ടിയിട്ടപ്പം, അല്ലെങ്കിൽ ഒരു സ്റ്റോൺ അങ്ങോട്ട് ഉരുട്ടിയിട്ടപ്പം അത് എത്ര ഹൈറ്റിൽ നിന്നാണോ താഴേക്ക് ഇറങ്ങിയത് അതേ ഹൈറ്റ് വരെ ഇത് വീണ്ടും പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു സ്മൂത്ത് സർഫസ് ആണെങ്കിലോ അത് അതേപോലെ പോകുന്നുണ്ട്, അവർ നിൽക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ സ്പേസിലൊക്കെ ഒബ്ജക്ട്സ് മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ ആരും ഇതിനെ ബ്രേക്ക് അടിച്ച് നിർത്തുകയോ കാര്യങ്ങളൊന്നുമില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നേ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴാണ് ഗലീലിയോയ്ക്ക് മനസ്സിലായത്. ഗലീലിയോ ഒരു കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞ എന്താ വെച്ചാൽ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റ് മുകളിൽ ആക്ട് ചെയ്യുന്നത് വരെ അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അവിടെ പ്രത്യേക വേർഡ് പറയുന്നുണ്ട്, അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് എന്നുള്ളത്.
ഇനി നമ്മൾ ആ എന്തൊക്കെ ഫോഴ്സാണ് ഗലീല പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സൈക്കിൾ ചിത്രത്തിൽ കണ്ടില്ലേ, സൈക്കിളിൽ ചവിട്ടി പെഡലിന് കാല് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സൈക്കിൾ നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? നമ്മൾ സൈക്കിൾ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഗ്രൗണ്ട് നമ്മളുടെ സൈക്കിളിൻ്റെ വീൽസിൻ്റെ മുകളിൽ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് എന്താണൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അപ്പം ഗലീല പറഞ്ഞതെന്താ വെച്ചാൽ, ആ ഫ്രിക്ഷണൽ ഫോഴ്സോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള എയർ കറൻസോ അല്ലെങ്കിൽ വിൻഡോ ഇല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും നിൽക്കൂല, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഗലീലിയോൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പം കോർ കോൺസെപ്റ്റ് എന്താണ്, ഇനേർഷ്യ എന്താണെന്നുള്ള നമ്മളിവിടെ പഠിക്കും. അപ്പം നമ്മളിപ്പം കണ്ട കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അപ്പം ഒരു മോഷൻ വേണമെങ്കിൽ അതിനൊരു കണ്ടിന്യൂസ് കോസ് ആവശ്യമില്ല, അത് നാച്ചുറലായിട്ട് ഉണ്ടാവും. അൺലെസ് സംതിങ് ഇൻ്റർഫിയേഴ്സ്, ആരും ഇടപെടാതിരിക്കുന്നത് വരെ അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് കോർ കോൺസെപ്റ്റ്. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, എന്താണ് ഈ ഇനേർഷ്യ എന്നുള്ളത്? ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുമ്പം ഒരു ഒബ്ജക്റ്റ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ടെൻഡൻസി എന്തായിരിക്കും, അതിൻ്റെ താല്പര്യം എന്തായിരിക്കും? അതേപോലെ അങ്ങോട്ട് മൂവ് ചെയ്ത് പോകാൻ തന്നെ ആയിരിക്കും അതിൻ്റെ താല്പര്യം, അല്ലേ? നിൽക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിലോ ആ ഒബ്ജക്റ്റിന് റെസ്റ്റിൽ തന്നെ തുടരാനായിരിക്കും താല്പര്യം. അപ്പം അങ്ങനത്തെ ഒരു ടെൻഡൻസി, ദ ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു റിമെയിൻ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഈസ് നോൺ ആസ് ഇനേർഷ്യ. അതാണ് ഇനേർഷ്യൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. എന്താണ് ഇനേർഷ്യ? ഇനേർഷ്യ ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു റിമെയിൻ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ അറ്റ് റെസ്റ്റ്. കേട്ടോ, അതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതൊരു ബോഡീൻ്റെ ടെൻഡൻസിയാണ്, അതിൻ്റെ ഒരു താല്പര്യമാണ്. അത് ടെൻഡൻസിന് പറഞ്ഞാൽ താല്പര്യം നമുക്ക് പറയാം. അതിൻ്റെ പല ജീവിതത്തിലെ എക്സാമ്പിൾസും ഉണ്ട്. ഇപ്പം നമ്മളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്, നമ്മളൊരു നിർത്തിയിട്ട ബസ്സിൽ ഇരിക്കുകയാണ്. ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇരിക്കുന്ന ആൾ ഫ്രണ്ടിലേക്കാണോ മൂവ് ചെയ്യുക, പുറകോട്ടേക്കാണ് വരിക? പുറകോട്ടാണ്, ഫ്രണ്ടിലേക്കാണ് പോവുക. ഇപ്പോൾ സഡനായിട്ടൊരു ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പുറകോട്ടേക്കാണ് പോകുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ ബോഡി റെസ്റ്റിലായിരുന്നു. ബസ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പം നമ്മുടെ ബോഡീൻ്റെ ടെൻഡൻസി എന്തായിരിക്കും? റെസ്റ്റിൽ തന്നെ തുടരാനായിരിക്കും. മനസ്സിലായോ? അതേപോലെ നമ്മളൊരു ബസ്സിൽ നിന്നിട്ട് യാത്ര ചെയ്യാണ്. നിന്നിട്ട് യാത്ര ചെയ്തപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് ബസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ടെൻഡൻസി മുന്നോട്ട് പോകാനായിരിക്കും, അല്ലേ? മുന്നോട്ട് പോകാനാണ്. അതെന്തുകൊണ്ടാണ്? കാരണം എന്താ വെച്ചാൽ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബ്രേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്തപ്പോൾ എന്തായി? ബസ് അങ്ങോട്ട് സ്റ്റോപ്പ് ആവാൻ പോവാണ്. നമ്മളുടെ താല്പര്യം എന്താ? നമുക്കങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് താല്പര്യം. നമ്മളുടെ ടെൻഡൻസി, ബോഡീൻ്റെ ടെൻഡൻസി എന്താ? മുമ്പിലോട്ടേക്ക് കണ്ടിന്യൂ ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. പെട്ടെന്ന് അവിടെ ഒരു ഫോഴ്സ് വന്നപ്പം നമ്മളുടെ ബസ് അവിടെ നിന്നു. പക്ഷേ നമ്മളുടെ ബോഡി ആ ഫസ്റ്റ് ഉണ്ടായിരുന്ന സ്റ്റേറ്റിൽ തന്നെ തുടരാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അതാണ് എന്ത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഏത് സ്റ്റേറ്റിലാണുള്ളത് അതേ തന്നെ തുടർന്ന് പോവുക, അതാണ് ഇനേർഷ്യ. ക്ലിയർ ആയല്ലോ? ഇനി ഈ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷന് ഒരു പേരും കൂടി അതെന്താ പറയുന്നത്? ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതെന്താ ഡിഫൈൻ ചെയ്യുന്നത്? ആൻ ഒബ്ജെക്റ്റ് റിമെയിൻസ് അറ്റ് റെസ്റ്റ് ഓർ കണ്ടിന്യൂസ് മൂവിങ് അറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് മറക്കരുത്, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ തിങ്സ് ഡോണ്ട് സ്റ്റോപ്പ് ഓർ ചേഞ്ച് ഡയറക്ഷൻ ഇൻ ദെയർ ഓൺ. ഒരിക്കലൊരു ഒബ്ജക്റ്റ് അതിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യോ സ്റ്റോപ്പ് ചെയ്യോ അതിൻ്റെ ഡയറക്ഷൻ സ്വന്തമായിട്ട് മാറില്ല. ഒരു ഫോഴ്സ് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത് വരെ അതങ്ങനെ തന്നെ തുടരും. അതാണ് എന്ത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലായിരുന്നു, അതവിടെ തന്നെയാണ്, അത് മൂവ് ചെയ്യില്ല. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്, ആ ത്രസ്റ്റുള്ള ഫ്യൂവൽ ബേൺ ചെയ്യുന്ന ഇത്രത്തോളം സമയം അത് മൂവ് ചെയ്യും. സ്പേസിലെത്തിക്കഴിഞ്ഞാൽ ഫോഴ്സ് ഒന്നും അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യാനില്ല, അതങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ സ്റ്റേയ്സ് ഇൻ മോഷൻ. ഒരു ഒബ്ജക്റ്റ് മോഷനിലാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ടൈപ്സ് ഓഫ് ഇനേർഷ്യ. ടൈപ്സ് ഓഫ് ഇനേർഷ്യയിൽ 2 ടൈപ്പാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാൻ. നിങ്ങളുടെ ബുക്കിൽ 2 ടൈപ്പാണ്, പക്ഷേ ഇവിടെ 3 പറയുന്നുണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു ബുക്ക് ടേബിളിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെസ്റ്റിലാണ്. നമ്മളതിനെ ഉന്തി അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് അങ്ങോട്ട് തള്ളിയിടുന്നവരെന്തായിരിക്കും? അതവിടെ തന്നെ ആയിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റ് സ്റ്റേ സ്റ്റിൽ അൺലെസ് മൂവ്ഡ്. അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. മൂവ് ചെയ്യുന്നത് അങ്ങനെ തന്നെ തുടരാം. ഇനേർഷ്യ ഓഫ് മോഷൻ. ഇപ്പോൾ നമ്മളൊരു ബോൾ സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഫ്രിക്ഷൻ കാരണം സ്ലോ ആവും. ഓക്കെ, അത് നമ്മൾ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ തടയുന്നത് വരെ
അല്ലെങ്കിൽ ഫ്രിക്ഷൻ അതിന് മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് അതിനെ നിർത്തുന്നവരെ അതിൻ്റെ ടെൻഡൻസി എന്തായിരിക്കും, മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും. ഓക്കെ, ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. നമ്മളൊരു ഫുട്ബോൾ കളിക്കുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരേ ടീമിലത്തെ പ്ലേയേഴ്സ് പാസ് ചെയ്ത് പോകുന്നത്. പാസ് ചെയ്യുന്നത് വരെ അത് ഒരേ ഡയറക്ഷനിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒബ്ജക്ട്സ് കീപ് മൂവിങ് ദ സെയിം ഡയറക്ഷൻ അൺലെസ് റീഡയറക്റ്റഡ്. റീഡയറക്റ്റ് ചെയ്യുന്നവരെ അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതേപോലെ നമ്മളൊരു കാറിനെ ഒരു റൈറ്റിലേക്ക് ഇട്ട് കഴിയുമെങ്കിൽ സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കണം, അല്ലെങ്കിൽ അത് നേരെ വല്ല പോകുള്ളൂ. ശരിയല്ലേ? നമ്മളതിന് നേരെ പിടിച്ചിട്ടാണ് ഇതുവരെ വന്നതെങ്കിൽ ആ സ്റ്റിയറിംഗ് നേരെ പിടിക്കുകയാണെങ്കിൽ നേരെ തന്നെ പോവുള്ളൂ. നമ്മൾ സ്റ്റിയറിങ്ങിനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ തിരിച്ചാൽ മാത്രമേ ഡയറക്ഷൻ മാറുള്ളൂ. അതാണ് എന്ത്, ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. മനസ്സിലായല്ലോ? ഇനി എവറിഡേ എക്സാമ്പിൾസ്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, ഇവിടെ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു കാറ് സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പം നമ്മളുടെ ബോഡി മുമ്പിലേക്കാണ് പോകുന്നത്. അപ്പം മുമ്പ് പോയ ഡാഷ്ബോർഡിന് നമ്മളെ തലയോ മൂക്കോ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വെയർ ചെയ്യുന്നത്, സീറ്റ് ബെൽറ്റ് ഇടുന്നത്. അതാണ് എൻ്റെ ആവശ്യം. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മളുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെ തടയുക എന്നുള്ള ഉദ്ദേശമാണ് ആർക്ക്, സീറ്റ് ബെൽറ്റ്സിന്. അതേപോലെ ഐസ് ഹോക്കി എന്ന് പറയുന്ന സാധനമുണ്ട്. ഐസ് ഹോക്കിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു കോയിന് പോലത്തെ സാധനം, നമ്മുടെ റൗണ്ട് ബോളല്ല യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു ഡിസ്ക് പോലത്തെ സാധനമാണ് അവർ എന്ത് ചെയ്യുന്നത്, ഹോക്കി പക്ക് എന്ന് പറയും, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് ഐസ് സർഫസ് വളരെ സ്മൂത്താണ്, അപ്പോൾ അവിടെ ഫ്രിക്ഷൻ മിനിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇറ്റ് വുഡ് കീപ് മൂവിങ്, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആരും ഇതിനെ തടഞ്ഞ് അതിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നവരെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, കാരണം സ്മൂത്ത് സർഫസാണ്, ഫ്രിക്ഷൻ കുറവാണ്. സ്പേസ് ക്രാഫ്റ്റ് ഇൻ സ്പേസ്. ഒരു പ്രാവശ്യം ഒരു സ്പേസ് ക്രാഫ്റ്റ് നമ്മൾ സ്പേസിലേക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അൺലെസ് ത്രസ്റ്റേഴ്സ് ഓർ ഗ്രാവിറ്റി ആക്ട് ഓൺ ഇറ്റ്. എന്തെങ്കിലും അതിൻ്റെ മുകളിലുള്ള എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ത്രസ്റ്റ് നിൽക്കാൻ പറയുകയാണെങ്കിൽ നിൽക്കുക, അല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൻ്റെ അല്ലെങ്കിൽ സണ്ണിൻ്റെ ഗ്രാവിറ്റി അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. കീപ് മൂവിങ് അൺടിൽ എ ഫോഴ്സ് സ്റ്റോപ്സ് ഇറ്റ്. ബോൾ ഇങ്ങനെ നമ്മൾ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കും. ആരെങ്കിലും തടയുന്നവരങ്ങനെ പോകും, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നവരവിടെ നിൽക്കും. ഫ്രിക്ഷൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ വന്നിട്ട് വീണ്ടും അതിനെ കിക്ക് ചെയ്യണം. പിന്നെ സ്റ്റേസ് അറ്റ് റെസ്റ്റ് അൺടിൽ പുഷ്ഡ്. ഓക്കെ, ക്ലിയർ ആയാലും എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇനി an object at rest state at rest, അതാണ് എന്താ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അൺടിൽ എ ഫോഴ്സ് പുഷസ് ഇറ്റ്. ഒരു ഫോഴ്സ് വന്നതിനെ പുഷ് ചെയ്യുന്നവരെ അത് അവിടെ തന്നെ തുടരാനായിരിക്കും അതിൻ്റെ താല്പര്യം. ഇനേർഷ്യ ഓഫ് മോഷൻ, ഒരു ഒബ്ജക്റ്റ് തടസ്സം വന്ന് നിൽക്കുന്നത് വരെ അതെന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അൺടിൽ സംതിങ് സ്റ്റോപ്സ് ഇറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു ഓൾ ഓഫ് യു.